ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ 9ാമത്തെ ഒരു പദ്യം നോക്കാം. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാന്റെ ആ ഒരു സ്തുതി എന്ന് പറയുന്നത് ഭഗവാനെ അങ്ങ് വിജയിച്ചാലും എന്ന് പറയുന്നു. അങ്ങ് സച്ചിദാനന്ദ സ്വരൂപമായ ദുഃഖങ്ങളെ നീക്കി സന്തോഷവും ആനന്ദവും അരുളുന്ന കരുണക്കടലായ ഭഗവാനെ അങ്ങേക്ക് സ്തുതി, അല്ലെങ്കിൽ അങ്ങ് വിജയിച്ചാലും എന്ന് പറയുന്നതാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ഭക്തനാകേണ്ടത് എന്ന് പറയുന്നു. അതായത് 4 തരത്തിലുള്ള ഭക്തന്മാരെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നുണ്ട്. ചതുർവിധ ഭജന്തോ മാം ജനാസുഹൃതിനോർജുന, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു, അങ്ങനെയാണ് 4 ഭക്തന്മാർ എന്ന് ചാപ്റ്റർ 7 ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആർത്തന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും ദുഃഖത്തോടുകൂടി ഭഗവാന്റെ അടുത്ത് പോയി ഓരോന്ന് ആഗ്രഹിക്കുന്നതാണ് ആർത്തന്മാർ. പിന്നെ ആർത്തോ ജിജ്ഞാസു എന്ന് പറയുമ്പോൾ അതിനിവിടെ ആരാണ് ജിജ്ഞാസു എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ എന്താണ്, ഈശ്വരൻ എന്താണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹത്തോട് ഇരിക്കുന്നവരാണ് ജിജ്ഞാസുക്കൾ. അപ്പോൾ ആ ജിജ്ഞാസുക്കൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് അർജുനൻ ഒരു നല്ല ജിജ്ഞാസുവായിട്ട് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ധർമ്മം, എന്താണ് അധർമ്മം എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹത്തോടെ ഇരിക്കുന്നവർ, അതാണ് ജിജ്ഞാസു. പിന്നെ അർത്ഥാർത്ഥി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ആളുകൾ ആ അർത്ഥാർത്ഥികളിൽ പെടും. അതായത് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് ഭഗവാനെ കാണാൻ പോവുകയും ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് അർത്ഥാർത്ഥികൾ, അർത്ഥം ആഗ്രഹിക്കുന്നവർ. അപ്പം പിന്നെ ആ ഒരു വിഭാഗത്തിലാണ് കൂടുതലും ആളുകളുള്ളത്. പിന്നെ ജ്ഞാനി എന്ന് പറയുന്ന 4ാമത്തെ വിഭാഗം, ഇപ്പോൾ വ്യാസൻ, ശുഗബ്രഹ്മർഷി, വ്യാസ ഭഗവാൻ, പിന്നെ അതുപോലെ വസിഷ്ഠൻ, പിന്നെ നമ്മുടെ യോഗി വര്യന്മാരായിട്ടുള്ള അവരെല്ലാം പിന്നെ ജ്ഞാനികളാണ്. രമണ മഹർഷിയെ പോലെ നാരായണ ഗുരുദേവൻ തന്നെ, അതൊക്കെ അവരെല്ലാം ജ്ഞാനികളാണ്. അപ്പോൾ ജ്ഞാനി എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഒന്നും ആവശ്യമില്ല, അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമല്ല. അവർ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായിട്ട് തീരുന്നു, അല്ലെങ്കിൽ ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നവരാണ് യോഗികൾ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ജ്ഞാനി എന്ന് പറയുക. അപ്പം ജ്ഞാനികൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ അപ്പോൾ പിന്നെ ശരിക്കും നമ്മൾ ഇതിൽ ഏത് തരത്തിലുള്ളവരാണ് നമ്മൾ എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ആർത്തന്മാരെന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖവും ദുരിതവും പീഡകളും ഒക്കെ അനുഭവിക്കുന്നത്, മാനസികമായ ശാരീരികമായ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവർ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്ന ഈ 2 കാറ്റഗറിയിലാണുള്ളത്. അപ്പോൾ 4 തരം ഭക്തന്മാർ. ആർത്തൻ എന്ന് പറയുമ്പോൾ ദുഃഖം, ദുരിതം, പീഡകളൊക്കെ അനുഭവിക്കുന്നവർ. അപ്പോൾ ഒരു വലിയ വിഭാഗം ഈ ഒരു കാറ്റഗറിയിലാണുള്ളത്. പിന്നെ അർത്ഥാർത്ഥി, ഓരോ ആഗ്രഹങ്ങളുമായിട്ട് ഭഗവാനെ വിളിക്കുന്നവരാണ് അർത്ഥാർത്ഥികൾ. അപ്പോൾ ശ്രേയസ്സിന് വേണ്ടി ഭഗവാനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ സമീപിക്കുന്നു. ഈ 2 കാറ്റഗറിയിലാണ് കൂടുതൽ ആളുകളുള്ളത്. എന്നാൽ ജിജ്ഞാസു എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്താണ് എന്നും ധർമ്മം എന്താണ് എന്നും അധർമ്മം എന്താണ് എന്നും ഒക്കെ അറിയാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്നവരെയാണ് ജിജ്ഞാസു എന്ന് പറയുക. അപ്പോൾ ജിജ്ഞാസുക്കളാണ്, അർജുനനൊക്കെ ജിജ്ഞാസുവിൽ പെടും. അതുപോലെ അപ്പോൾ പിന്നെ
ഈ ജ്ഞാനികൾക്ക് ഭഗവാൻ തന്നെ കീഴ്പ്പെടും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജ്ഞാനികളിൽ ഇപ്പോൾ പാഞ്ചാലിയൊക്കെ ജ്ഞാനികളിൽ പെടുന്നതാണ്. അതായത് ഭഗവാൻ വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാൻ തന്നെ വന്ന് എന്താ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. വസ്ത്രമായിട്ടുമൊക്കെ ഭഗവാൻ തന്നെ പാഞ്ചാലിയുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, സമർപ്പണമായിട്ടുള്ള ആ ഒരു ഭക്തി ഉണ്ടാകുമ്പോൾ അവർക്ക് ഭഗവാൻ തന്നെ കീഴ്പ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏത് കാര്യങ്ങളും ഭഗവാൻ തന്നെ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ 4 തരം ഭക്തന്മാരെക്കുറിച്ച് പറയുന്ന ഈ ഒരു പദ്യം, അതായത് 9ാമത്തെ പദ്യം, അത് ഭഗവാനെ സ്തുതിക്കുന്നതും ആണ്. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. അപ്പോൾ ദീനാവന പരായണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആർത്തന്മാരും പീഡകൾ അനുഭവിക്കുന്നവരും അവരൊക്കെ ആർത്തന്മാർ ഭഗവാനെ വിളിക്കുന്ന ദീനാവന പരായണ എന്നാണ്. അവർക്കൊക്കെ അഭയം നൽകുന്ന ഭഗവാൻ, കാരുണ്യസിന്ധുവായ ഭഗവാൻ വന്ന് എല്ലാത്തിനും വഴി കാണിക്കണേ എന്നും, പിന്നെ അതുപോലെ തന്നെ ദയാസിന്ധു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ശരിക്കും കാരുണ്യക്കടലാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സ്തുതി ഗുരുദേവൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുദേവന് നമസ്കാരം. ഒരിക്കൽ കൂടെ ഈ പദ്യം ചൊല്ലാം. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു പദ്യം നാരായണ ഗുരുദേവന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.